പാങ്കോക്കിൽ നിന്നും പട്ടായയിലേക്ക് പോകുമ്പോഴുള്ള ഒരു ചെറിയ ഐലൻഡാണ് കോ സീച്ചാൻ. ഇവിടെ നിന്നും 120 കിലോമീറ്റർ ദൂരത്തിലാണത്. അങ്ങോട്ടേക്കുള്ള യാത്ര കൂടുതലും തീരദേശ റോഡിലൂടെയാണ്. അങ്ങനെ പോകുമ്പോഴുള്ള ഒരു നീണ്ട കടൽപ്പാതയാണിത്. ഇതിൻ്റെ പേര് ചോലമാർക്ക് വീതി ബ്രിഡ്ജ്. 2011 ഓപ്പൺ ചെയ്ത ഈ ബ്രിഡ്ജ് ഏകദേശം 5 കിലോമീറ്റർ നീളമുള്ളതാണ്. നാട്ടുകാരായ ആളുകൾ കടൽ തീരത്തെ കാഴ്ചകൾ ആസ്വദിക്കാനും സീ ഫുഡ് കഴിക്കാനുമൊക്കെ ഇവിടേക്കാണ് അവരുടെ ഒഴിവു സമയങ്ങളിൽ വരാറുള്ളത്. അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ സീറച്ച എന്ന ടൗണിലെത്തി. അവിടുത്തെ പിയറിൽ നിന്നും ഒരു ടിക്കറ്റ് എടുത്ത് ബോട്ട് വരാനായി വെയിറ്റ് ചെയ്തു. ഇവിടെ നിന്നും ബോട്ടിൽ ഒരു 40 മിനിറ്റ് യാത്രയുണ്ട് കോ സീച്ചാങ് എന്ന ഐലൻഡിലേക്ക്. ഇതാണ് കോ സീച്ചാങ്. തായ് ഭാഷയിൽ കോ എന്നാൽ ഐലൻഡ് എന്നാണ് അർത്ഥം. 17 സ്ക്വയർ കിലോമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ ദ്വീപാണിത്. മുമ്പ് നമ്മൾ മറ്റ് ഐലൻഡിൽ ചെയ്ത പോലെ ഇവിടെയും ഒരു ബൈക്ക് റെൻ്റെടുത്ത് കാഴ്ചകളിലേക്ക് പുറപ്പെട്ടു. ആദ്യം പോയത് ഒരു ചെറിയ കുന്നിന് മുകളിലായി ഇരിക്കുന്ന ചൈനീസ് രീതിയിൽ നിർമ്മിച്ച ഒരു അമ്പലത്തിലേക്കാണ്. അവിടെ നിൽക്കുമ്പോൾ നമ്മൾ വന്നിറങ്ങിയ പിയറും മറ്റുമൊക്കെ കാണാം. അങ്ങകലെ ചക്രവാളത്തിനോട് ചേർന്ന് മങ്ങിയ രീതിയിൽ കാണുന്ന കുന്നുകളാണ് സീറച്ചയും മറ്റും അടങ്ങുന്ന തായ്ലൻഡിലെ മെയിൻ ലാൻഡ്. അവിടെ നിന്നും നമ്മൾ പോയത് മറ്റൊരു കുന്നിൻ മുകളിലുള്ള ഒരു മണ്ഡപം കാണാനാണ്. വർഷങ്ങൾക്ക് മുമ്പ് രാജകുടുംബത്തിലെ ഒരാൾ ഇന്ത്യയിലെ ബോധിഗയയിൽ നിന്നും കല്ലിൽ കൊത്തിയ ബുദ്ധൻ്റെ ഒരു കാലടി കൊണ്ടുവരികയും അത് അന്നത്തെ രാജാവായിരുന്ന രാമ 5 ഇവിടെ സ്ഥാപിക്കാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. ആ മണ്ഡപമാണിത്. പിന്നീട് പോയത് നമ്മൾ വന്നിറങ്ങിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്. അവിടെ ഒരു ചെറിയ വ്യൂ പോയിൻ്റ് ഉണ്ട്.
അടുത്തതായി പോയത് ഇവിടുത്തെ തന്നെ മനോഹരമായ ഒരു ബീച്ചിലേക്കാണ്. അവിടെ വെച്ച് വിചിത്രമായ ഒരു സൂഷി ഉണ്ടാക്കുന്നതും കാണാൻ പറ്റി എനിക്ക്. ജീവനോടെ വെള്ളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കണവയെ പിടിച്ച് അപ്പോൾ തന്നെ മുറിച്ച് കഷ്ണങ്ങളാക്കി സാലഡും ഡിപ്പും ചേർത്ത് വിൽക്കുന്നു. തായ്ലൻഡിൽ ഇങ്ങനെ വിചിത്രമായ പല ഭക്ഷണ രീതികളുമുണ്ട്. അടുത്ത വീഡിയോകളിൽ മറ്റു ചിലതും നിങ്ങളെ കാണിക്കാം. ഈവനിംഗ് വരെ അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം മറ്റൊരു ഫെറി ബോട്ട് പിടിച്ച് സൺസെറ്റ് ആയപ്പോഴേക്കും മെയിൻ ലൈനിലേക്ക് വന്നു. ഒരു 1 ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ വളരെ പീസ്ഫുള്ളായ ഐലൻഡാണിതും. മറ്റൊരു സ്ഥലവും കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ.